ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നെഞ്ചിൽ നേരും വിശ്വാസമുള്ള എല്ലാ ഭാര്യമാരും അമ്മയാവുകയും ശകാരിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും എല്ലാം ചെയ്യാറുണ്ട് വിനുവേട്ട. എന്നാ ഞാൻ അത്താഴം എടുത്തു വെക്കാം. വിനുവേട്ടൻ വാ. അച്ഛനിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലേ? അമ്മേ, അച്ഛനെന്തു പറ്റി അമ്മേ? അച്ഛനെന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ? സുമിത്രേ, ഇവിടെ എന്താടി എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിപ്പോയത്? വന്നു കയറിപ്പോ വരാന്തയിൽ ഒരാൾ മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഇപ്പോ നീ മോന്തയും കെട്ടിവെച്ചിരിക്കുന്നു. എന്താടി പ്രശ്നം? ഈ വീട്ടിൽ എല്ലാവരുടെയും മിണ്ടാട്ടം മുട്ടിച്ചത് പ്രകാശേട്ടനല്ലേ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പ്രകാശനെ തെറ്റ് കണ്ടാലേ തെറ്റാണെന്ന് വിളിച്ചു പറയും. ആ കാര്യത്തിൽ ഞാൻ ചിലപ്പോ സ്വന്തവും ബന്ധമൊന്നും നോക്കിയെന്ന് വരില്ല. അതിനെ നിലപാടെന്ന് പറയും. ഈ പ്രകാശനെ നിലപാടുള്ളവനാ. നിലപാട്? പെറ്റ തള്ളയുടെയും ജനിപ്പിച്ച തന്തയുടെയും സമാധാനം കളയുന്നതിന്റെ പേരാണോ ഈ നിലപാട്? പാവ അച്ഛൻ ഇക്കൊല്ലം പിറന്നാള് പോലും ആഘോഷിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കോ? അച്ഛന്റെ പിറന്നാളായോ? എന്ന്? കൊള്ളാം, മൂത്ത മോനായിട്ട് അച്ഛന്റെ പിറന്നാള് പോലും അറിയില്ല. മരുമകളായ എനിക്കറിയാം, ഇതിന്റെ പേരായിരിക്കും നിലപാട്. സുമിത്രേ, നീ ഈ സാഹിത്യ പ്രഭാഷണമൊക്കെ നിർത്തിയിട്ട് അച്ഛന്റെ പിറന്നാൾ എന്നാണെന്ന് പറയ്. ഭാര്യ പറഞ്ഞിട്ടല്ല സ്വന്തം അച്ഛന്റെ പിറന്നാൾ അറിയേണ്ടത്. വേണമെങ്കിലേ തന്നെ കണ്ടുപിടിക്കും. വിനുവേട്ട, വിനുവേട്ടൻ എന്താ ആഹാരം കഴിക്കാത്തെ? വേണ്ടാന്നോ? വിനുവേട്ടന് ഇതെന്താ പറ്റിയേ? രാത്രി അത്താഴം കഴിച്ചില്ലെങ്കി ഉറക്കം പോലും വരാത്ത ആളായിരുന്നല്ലോ. ചൂടൊന്നുമില്ലല്ലോ. എന്താ വിനുവേട്ടാ? വിനുവേട്ടന് എന്താ എന്നിന്ന് മറച്ചു വെക്കുന്നത്? വിനുവേട്ടാ, ഒരു ദിവസം എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന എന്നെ ഇങ്ങനെ ഒരു താലിയും കെട്ടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവനാ വിനുവേട്ടൻ. ആ വിനുവേട്ടന്റെ മനസ്സ് നീറിപ്പുകയുമ്പോ അതിന്റെ കാരണം കണ്ടെത്തിയില്ലെങ്കിൽ മീനാക്ഷി വിനുവേട്ടന്റെ മനസ്സിന്റെ ഉടമയാണെന്ന് പറയുന്നതിലെ ഒരർത്ഥമില്ല. വിനുവേട്ടന്റെ ഈ സങ്കടത്തിന് കാരണം എന്താന്ന് എനിക്കറിയാം. അച്ഛന്റെ പിറന്നാളിന് അവരാരും അങ്ങോട്ട് കേട്ടില്ല. ആ സങ്കടമല്ലേ മനസ്സ് നിറയെ. വിനുവേട്ടൻ സങ്കടപ്പെടണ്ട. ബിനുവേട്ടന് അച്ഛന്റെ പിറന്നാളിന് പോണമെങ്കിൽ നമ്മൾ പോവും.
അവരെന്നെ തല്ലുകയോ ആട്ടി ഇറക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്റെ മിനുവേട്ടൻ ഇങ്ങനെ മനസ്സ് തകർന്ന് തല കുനിച്ചിരിക്കുമ്പോ മീനാക്ഷിക്കുണ്ടാവുന്ന വേദന അതിനോളം വരില്ല. അതെ, നമുക്ക് പോവാം മിനുവേട്ടാ. ഞാൻ വരും എന്റെ വിനുവേട്ടന്റെ കൂടെ. അച്ഛന് സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ കാണുന്നേക്കാൾ സന്തോഷം എന്റെ വിനുവേട്ടനെ കാണുമ്പോഴാണ് എനിക്ക് നല്ലതുപോലെ അറിയാം. അച്ഛന് കൊടുക്കാൻ ഒരു കേക്ക് വാങ്ങണം. എന്താ വിനുവേട്ട ഇങ്ങനെ നോക്കുന്നത്? ഞാൻ വിനുവേട്ടന്റെ ഭാര്യയാണോ അതോ അമ്മയാണോ എന്നല്ലേ ചോദിച്ചേ. നെഞ്ചിൽ നേരും വിശ്വാസമുള്ള എല്ലാ ഭാര്യമാരും അമ്മയാവുകയും ശകാരിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും എല്ലാം ചെയ്യാറുണ്ട് വിനുവേട്ട. എന്നാ ഞാൻ അത്താഴം എടുത്തു വെക്കാം. വിനുവേട്ടൻ വാ വാ. പതി സോറി, കുറച്ച് വൈകിപ്പോയി. പ്രകാശേട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? നീ വരാൻ പറഞ്ഞ സമയവും കഴിഞ്ഞ് അരമണിക്കൂർ വൈകിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടും നീ എന്നെ 3/4 മണിക്കൂർ ഇവിടെ പോസ്റ്റാക്കി. എടാ ഒരു കാര്യത്തിലും അടുക്കും ചിട്ട ഇല്ലാത്തതാ നിന്റെ പരാജയം. ആ, അത് ഞാൻ വീട്ടിൽ ചെന്നപ്പോ കണ്ടു. അവിടെ അളിയൻ നിന്ന് പൊട്ടുണ്ടാക്കുന്നു. എല്ലാം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ. ആ പാവത്തിന്റെ നട്ടലിന് തേയ്മാനമായി. സത്യം പറഞ്ഞ അളിയനെ കണ്ടപ്പോ എനിക്ക് സഹതാപം തോന്നിപ്പോയേട്ടാ. അളിയനെ അടുക്കള ജോലിക്ക് പോലും സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം പോട്ടെ, അളിയൻ മക്കൾക്ക് വേണ്ടി സ്കൂളിൽ കൊണ്ടുപോകാൻ പൊതിഞ്ഞു വെച്ചിരുന്ന പൊതിയെടുത്ത് അകത്താക്കിയിട്ട ഈ പെണ്ണുമുള്ള ഇപ്പൊ എന്റെ കൂടെ വന്നിരിക്കുന്നേ. എടാ നീ കൂടുതലൊന്നും പറയണ്ട. എന്റെ വീട്ടില് സതീഷേട്ടനാണെങ്കിലേ നിന്റെ വീട്ടിലത് നീയാ. ഇതങ്ങനെ കണ്ടാ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ. ഓ അതൊക്കെ വീട്. നമ്മൾ ഇപ്പൊ വന്ന കാര്യത്തിലേക്ക് കടക്കാം. എടാ, നമ്മൾ എന്ത് വില കൊടുത്തും അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കും. അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാനത്തെ കൊട്ടാരം